ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരിദാർ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിൽ നമ്മൾ കല്യാണത്തിന് പോയില്ല, അപ്പോൾ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഈ ചുരിദാർ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ലൈനിങ് ആയിട്ട് ക്രൈപ്പാണ് കൊടുക്കുന്നത്. പിന്നെ ഷോളായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ചുരിദാറിൻ്റെ അളവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അളവൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്കും ഷോൾഡറും പിന്നെ ആം ഹോളും പിന്നെ ഷേപ്പും പിന്നെ ആ ഒരു സൈഡ് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം കൂടി നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മളിത് ക്രേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. എന്നിട്ട് വരച്ച് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കുറേ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ 5 മീറ്റർ ഉണ്ട് കേട്ടോ. 2.5 മീറ്റർ നമ്മൾ ചുരിദാറിനും പിന്നെ 2 മീറ്റർ പാൻറ്റിനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 5 മീറ്റർ വാങ്ങിച്ചതാണ്. പാൻറ്റിനും ഇതും തന്നെ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചുരിദാർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചുരിദാർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ സ്ലീവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഇതിൽ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ഇതുപോലൊരു അളവ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ലൈനിങ്ങും പിന്നെ ഫോണിൻ്റെ ആ മെറ്റീരിയലും പിന്നെ ഇത് പാൻറ്റാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പാൻറ്റാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ ഈ 2 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പാൻറ്റിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ എലാസ്റ്റിക് ഇടാനുള്ള ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. പാൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. പിന്നെ എലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് അടിക്കുക, ആ ഒരു രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷോൾഡറും കൂടി നമ്മൾ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് സൈഡ് ഓപ്പൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ പണി ഇവിടെ ഇതാ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് കുറച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്യണം എന്നാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് സ്റ്റിച്ച് ചെയ്ത് കൈകൊണ്ട് തുന്നി കൊടുക്കട്ടെ ചെയ്തിട്ടുള്ളത്. ഇത് മെഷീനിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? അത്യാവശ്യം സിമ്പിളായിട്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഷോളിൻ്റെ വർക്കും കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലാക്ക് കളർ ഷോളാണ് ഞാൻ ഇതിന് മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് ഈ ഷാളിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്കാലപ്പ് പോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മെഷീനിൽ ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ നമ്പറൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നതിന് ശേഷം ഇതുപോലെ നല്ല വൃത്തിയായിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് സാധാ നൂല് തന്നെയാണ്, സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൂല് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്ക് നൂലൊക്കെ ഉപയോഗിക്കാം. ഇതുപോലെ ഇങ്ങനെ ക്ഷമയോട് കൂടി ചെയ്യണം കേട്ടോ. എന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കി അരികുവശമൊക്കെ സോൾഡറിങ് അയൺ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കളയാം. അല്ലെങ്കിൽ ഞാനിത് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് മെഴുകുതിരി വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണ്ട. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോളിൻ്റെ പണി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഒരു തട്ടിക്കൂട്ടിൽ ചെയ്ത ചുരിദാറാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.